എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങളുടെ പ്രധാന ക്യാപ്ഷൻ തന്നെ പരിഹാസമാണോ മറുപടി എന്നാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ തോന്നുന്നത്? നിങ്ങൾ ഈ വെക്കുന്ന ക്യാപ്ഷനുകളിലൊന്നും പരിഹാസമില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, പിണറായി വിജയൻ മിത്താണോ എന്ന് ചോദിക്കുന്നതിൽ പരിഹാസമില്ല. അതിനെക്കുറിച്ച് വ്യക്തിപരമായി നേരിട്ട് എന്നോടുള്ള ചോദ്യമായതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ താങ്കളോട് ചോദിക്കുകയാണ്. മിത്ത് എന്ന് പറയുന്നത് ഒരു പരിഹാസ വാക്കാണ് എന്നാണോ CPM-ന്റെ അഭിപ്രായം? ഉത്തരം പറ. അല്ല, താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ താൻ എന്താണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? അപ്പോൾ മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം മനസ്സിലാകാതെയാണോ പരിഹാസ വാക്കാണെന്ന് ശ്രീ സജീഷ് ഇപ്പോൾ ചർച്ചയിൽ പറഞ്ഞത്? അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. തന്നെയാണ് പ്രശ്നം. അല്ല, ഇത് തന്നെയാണ് പ്രശ്നം ശ്രീ സജീഷ്. മിത്തെന്ന് പറയുന്നത് മോശം വാക്കല്ല എന്നല്ലേ CPM കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്? ഇപ്പോൾ പിണറായി വിജയൻ ഒരു മിത്താണോ എന്ന് ചോദിച്ചാൽ അത് പരിഹാസ വാക്കോ ആക്ഷേപമോ അപമാനമോ ഒക്കെ CPM എങ്ങനെയാണ് തോന്നുന്നത്? പിണറായി വിജയൻ മിത്താണോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്ന് വ്യക്തമാക്കി തരൂ. അപ്പോൾ മനസ്സിലാകാതെ എങ്ങനെയാണ് ശ്രീ സജീഷ് താങ്കൾ അതിനെ പരിഹാസ വാക്കാണെന്ന് വിധി എഴുതിയത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മിത്ത് എന്ന വാക്കിനെ കേരള രാഷ്ട്രീയത്തിലെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ നേതാവും കേരള നിയമസഭയുടെ സ്പീക്കറുമായ ശ്രീ AN ഷംസീർ ആണല്ലോ ശ്രീ സജീഷ്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായിരുന്നു? എന്തർത്ഥത്തിലാണ് അദ്ദേഹം മിത്ത് എന്ന വാക്ക് ഉപയോഗിച്ചത്? മിത്ത് എന്ന വാക്കിന് ഒരർത്ഥമാണുള്ളത് എവിടെയാണെങ്കിലും. അതാണ് ശ്രീ സജീഷ്, നിങ്ങൾക്കും തോന്നുന്നത് പോലെ എന്ത് പറയാം, ഏത് രീതിയിലും അവതരിപ്പിക്കാം എന്ന് കരുതരുത്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ ഒരു ചുക്കും നടക്കില്ല. നിങ്ങളാണ് ഈ കേരളത്തിലെ ജനങ്ങളെ ഭരിക്കുന്നത്. ഇതൊക്കെ കേന്ദ്രത്തിൽ BJP മാധ്യമങ്ങളോട് പറയുന്നതാണ്. മാധ്യമങ്ങൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. രാജ്യത്ത് തുടർ ഭരണം കിട്ടിക്കൊണ്ടേയിരിക്കും. ഭരണമാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരെങ്കിൽ നിങ്ങളൊക്കെ എന്നേ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരില്ലേ ശ്രീ സജീഷ്? നിങ്ങൾ പറയുമ്പോൾ മിത്ത് എന്ന് പറയുന്നത് മഹത്തായ വാക്കും മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ അതൊരു മോശം വാക്കും അധിക്ഷേപ വാക്കുമാണ് എന്ന് പറയുന്നത് നടക്കില്ല ശ്രീ സജീഷ്. താങ്കൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടല്ലോ. പിണറായി മിത്താണോ എന്ന ചോദ്യം ഞാൻ ഉപയോഗിച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്ന ചോദ്യത്തിന് ഉത്തരം താങ്കൾക്ക് വേണ്ടല്ലോ. താങ്കൾ പറഞ്ഞോളൂ, ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞോളൂ. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. രംഗത്ത് എല്ലാ ആളുകളും മോശക്കാരാണെന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കാർക്കും. നിങ്ങൾ അനുകൂലിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് നല്ല ആളുകളായിരിക്കും. ആയിക്കോട്ടെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നമ്മളും ആവശ്യപ്പെടുന്നില്ലല്ലോ ശ്രീ സജീഷ്. ഉയർത്തിപ്പിടിക്കുന്നത് ശ്രീ സജീഷ്, താങ്കളുടെ മാധ്യമ പ്രവർത്തനം കൊള്ളാമോ എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഇവിടെ ചർച്ചാ വിഷയം. മറുപടി പറഞ്ഞോളൂ. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയുമോ അതിനുള്ള സകല ഊർജ്ജവും നിങ്ങൾ പ്രയോഗിക്കും. അതിന് നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടേതായ ഗുണങ്ങളുണ്ടാവും. അത് നിങ്ങൾ അനുഭവിച്ചോ. ഞങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം? നിങ്ങളൊക്കെ അങ്ങനെ കിട്ടുന്നത് കൊണ്ടാണോ ചർച്ചയിൽ വന്ന് ഈ ചോദ്യങ്ങൾക്കൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്ത ന്യായം പറയുന്നത് ശ്രീ സജീഷ്? ആണോ? കിട്ടുന്ന പദവികൾക്കനുസരിച്ച്, കിട്ടുന്ന പണങ്ങൾക്കും പദവികൾക്കും പരിഗണനകൾക്കും അനുസരിച്ച് നിലപാട് മാറ്റി ചാനൽ ചർച്ചയിൽ വന്ന് സംസാരിക്കുകയാണോ നിങ്ങളൊക്കെ ചെയ്യുന്നത്? വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? ആണോ താങ്കൾ ഈ മനുഷ്യർക്ക് മനസ്സിലാകാത്ത ന്യായങ്ങൾ വന്ന് പറയുന്നത്? ഈ ചർച്ചയിൽ ഈ വിഷയത്തിൽ ഈ ന്യായങ്ങൾ ആവർത്തിക്കുന്നത് കിട്ടുന്ന പദവികൾക്കും പരിഗണനകൾക്കും അനുസരിച്ചാണോ? എന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യരുത്. അറിവില്ല പൈതലാണെന്ന് കരുതി ഒന്ന് ക്ഷമിച്ചൂടെ? അങ്ങനെ ആക്ഷേപം ഉന്നയിച്ചൊന്നും പോകാൻ പറ്റില്ല ശ്രീ സജീഷ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.